ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനം. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ അധികം ആലോചിക്കേണ്ടതൊന്നുമില്ല. പേരുകൊണ്ടും പ്രാർത്ഥനയുടെ രീതി കൊണ്ടും ഞായറാഴ്ച കുർബാനാചരണങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ പ്രകടമായ അനുഷ്ഠാന മാർഗങ്ങൾ കൊണ്ടും ക്രിസ്ത്യാനികളാണ് നമുക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ക്രിസ്തുമാർഗത്തിലാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ അല്പം ആലോചിക്കേണ്ടി വരും, ജീവിതത്തെ പരിശോധിക്കേണ്ടി വരും. പ്രാക്ടീസിങ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നമുക്ക് കാണാം. ഒന്ന്, മതമനുഷ്ഠിക്കുന്നത്, ക്രിസ്തുമതാനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നവർ. എന്നാൽ സാമാന്യമായി കൽപ്പിക്കപ്പെടുന്ന അർത്ഥം ക്രിസ്തുമതം എന്നൊരു മതമേ ഇല്ല. വാസ്തവത്തിൽ ക്രൈസ്തവ ധാർമ്മികതയാണുള്ളത്. ആ ധാർമ്മികത അങ്ങനെ മതരൂപം കൽപ്പിക്കപ്പെടുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് അതിനെ മൂടിവെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സംഘടിത ശേഷിയായി സ്വയം പ്രഖ്യാപിക്കാൻ തുനിയുമ്പോഴാണ് എന്ന് നമുക്ക് കാണാം. ഇനി മതാനുഷ്ഠാനം എന്നതാണോ ക്രൈസ്തവ ധാർമ്മികതയുടെ ജീവിത വഴി എന്ന് പരിശോധിച്ചാൽ തികച്ചും വിഭിന്നമാണത്. ക്രൈസ്തവ ധാർമ്മികത ജീവിതത്തിനകത്ത് ഉൾക്കൊള്ളുന്നവരാണ്, അല്ലെങ്കിൽ ജീവിത പ്രയോഗങ്ങളിൽ ക്രിസ്തുമാർഗത്തിലൂടെ ചരിക്കുന്നവരാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ധാർമ്മികതയെ ആചരിക്കുന്നവരായിട്ട് മാറുക. സ്വാഭാവികമായി ഈ തട്ടിതിരിവ് നമുക്ക് മനസ്സിലാവാൻ കഴിയില്ല. ലോകസമക്ഷം ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുമ്പോൾ അതൊരു നാമമാണ്. ആ നാമം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ജീവിതത്തിലെ പ്രയോഗ വഴികൾ കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ട് സ്ഫുടം ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മിലുള്ള ക്രൈസ്തവ ധാർമ്മികത. വിശ്വാസ പാരമ്പര്യങ്ങൾ പേറുന്നവരാണോ, പാരമ്പര്യ വിശ്വാസിയാണോ നമ്മൾ? അവിടെയാണ് ഈ വേർതിരിവ് നമുക്ക് കാണാൻ പറ്റുക. പാരമ്പര്യമായി ക്രിസ്ത്യാനികളാണ് എന്നതാണ് നമ്മുടെ ഒരു ബോധം. കാരണം നമ്മുടെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളായി എന്നൊരു സാമാന്യ വീക്ഷണമാണ് പലപ്പോഴും നമുക്കുള്ളത്. നമ്മുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായിരുന്നില്ലെങ്കിൽ ക്രിസ്തു വെളിപ്പെട്ടത് അംഗീകരിച്ചവരെന്ന നിലയ്ക്കാണോ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചത് എന്ന കാര്യമാണ് അവിടെ ആകെ വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികളായിരിക്കുക എന്നതാണോ, വിശ്വാസ പാരമ്പര്യങ്ങളെ പിന്തുടരുന്നവരായി ക്രൈസ്തവ ധാർമ്മികതയിൽ പ്രവേശിക്കുന്നവരാണോ നമ്മളെന്ന് ആലോചിക്കണം. ലോകസമക്ഷം ജീവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പേര് ക്രൈസ്തവ നാമമാണ്, നമ്മൾ ആചരണങ്ങളിൽ പങ്കുചേരുന്നുണ്ട്, അനുഷ്ഠാനങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ കേവലമായ പുറന്തോട് നിലനിർത്തുകയും അകമേ വിശ്വാസത്യാഗികളായി പലപ്പോഴും മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. പാരമ്പര്യങ്ങൾ പിന്തുടരുന്നവരാണ് വിശ്വാസികൾ എന്ന ധാരണ തെറ്റായിട്ടുള്ളതാണ്. നമ്മൾ ആരോടെങ്കിലും അങ്ങനെ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പാരമ്പര്യമായ ക്രിസ്ത്യാനികളാണ്. പാരമ്പര്യമായി ക്രിസ്ത്യാനിയാകാൻ സാധ്യമല്ല. ഈ പാരമ്പര്യം വിശ്വാസത്തിനകത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും ഒരു പഴയ പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ധാർമ്മികതയെ അടച്ചു വെക്കുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവ ധാർമ്മികതയെ പാടെ നിഷേധിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പാരമ്പര്യങ്ങളുടെ ലംഘനമാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ധാർമ്മികത. നിലനിന്ന ജീവിത പാരമ്പര്യങ്ങളെ, മതപാരമ്പര്യങ്ങളെ ലംഘിക്കുകയും ആ മതപാരമ്പര്യങ്ങൾക്ക് പുറത്തു കടന്ന് പാരമ്പര്യ വിരുദ്ധമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യാൻ എങ്ങനെയാണ് സാധ്യമാകുക എന്നാണ് ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ പരമ്പരയായി തുടരാൻ ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തുവിലാകട്ടെ ഈ പരമ്പര തകർക്കപ്പെടുന്നു. നമ്മൾ വിശ്വാസ പാരമ്പര്യത്തെ പിന്തുടരുന്നവരാണ്. വിശ്വാസ പാരമ്പര്യവും പാരമ്പര്യ വിശ്വാസവും രണ്ടാണ്. പലപ്പോഴും വിശ്വാസത്തെ തെറ്റിദ്ധരിക്കുന്നത് അത് പാരമ്പര്യമായുള്ളൊരു കാര്യമായിട്ടാണ്. കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ 1 കൊറിന്ത്യർ 11:14 പാലിക്കാത്തത് എന്തുകൊണ്ട്? കാര്യം എന്താണെന്നറിയാമോ? മുടി വളർത്തുന്നതിനെ സംബന്ധിച്ചാണ്. മുടി വളർത്തുന്നത് പാരമ്പര്യമായിട്ടുള്ള കാര്യമാണോ, നിങ്ങളത് അനുഷ്ഠിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം മതാനുഷ്ഠാനത്തിനകത്ത് പെട്ടുപോകുന്ന ആളുകളാണ്. മതാനുഷ്ഠാനത്തിനകത്ത് പെട്ടുപോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ പല ഭാണ്ഡങ്ങളും ചുമക്കേണ്ടി. സഭ ഒരേ സമയം വിശ്വാസ പാരമ്പര്യത്തിലും ഒരേ സമയം പുരോഗമനത്തിലുള്ളതാണ്. ഒരു വളർച്ചയിലാണ് സഭയുടെ ജീവിതം. സഭ അതിന്റെ മുൻകാലങ്ങളിലെ പല ചെയ്തികളെയും നിഷേധിക്കുകയും പല പ്രവൃത്തികളിൽ നിന്നും മാറി നടക്കുകയും പഴയതല്ലാത്തതിനെയെല്ലാം നേടിയെടുക്കുകയും പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളാണ് സഭ ആധുനിക ലോകത്ത് ക്രൈസ്തവ ധാർമ്മികതയുടെ അടയാളങ്ങളായി പ്രഖ്യാപിച്ചത്. സ്ത്രീ വിമോചനത്തെ സംബന്ധിച്ചൊരു കാര്യം പഴയ സഭയിൽ, അല്ലെങ്കിൽ നമ്മൾ പിന്തുടർന്ന് വന്ന വഴിയിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടത്ര പ്രാധാന്യം സഭയ്ക്കകത്ത് ലഭിച്ചിരുന്നില്ല.
സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായി കാണുന്ന രീതി സഭയിൽ അനുവർത്തിക്കപ്പെട്ടിരുന്നു. അത് കൈവിട്ട് സഭ പുരോഗമനത്തിലേക്ക് പ്രവേശിക്കുകയും സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം സഭയ്ക്കകത്തുണ്ടാകണം എന്ന പുരോഗമനപരമായ നിലപാടുകൾ സഭ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സഭ സ്വീകരിക്കുന്നത് പഴയ പാരമ്പര്യങ്ങളെ നിഷേധിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, പഴയ വിശ്വാസബോധ്യങ്ങൾ പുതുക്കുന്നു, നിരന്തരം നവീകരിക്കപ്പെടുന്ന ഒന്നായിട്ട് സഭ നിലനിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് മുടി വെട്ടാത്തത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് എന്തെങ്കിലും ഭംഗം സംഭവിക്കുമോ? സംഭവിക്കുന്ന എവിടെയാണ്? നമ്മൾ ഒരു പഴയ മതസത്വത്തിനകത്ത് സ്വയം തളച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ്. വിശ്വാസം എന്നത് ഹൃദയ പരിവർത്തനം ഉണ്ടാകേണ്ട ഒരു കാര്യമാണെന്നാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങളിൽ പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് ക്രിസ്തു കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ യഹൂദർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? കേവല പാരമ്പര്യങ്ങളെ പിന്തുടരുന്ന ക്ഷാളനങ്ങളും ആചരണങ്ങളും സാപത്തടക്കമുള്ള ആചരണങ്ങളിലും നിലനിന്നു പോന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്നാണ് യേശു തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അവരെ കേവല പാരമ്പര്യങ്ങളുടെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച് യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടിരുന്നു. ആ വഴിയിൽ വെച്ചാണ് യേശുവിനെ യഹൂദർ ചോദ്യം ചെയ്യുന്നത്. നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? നീ ഇതാണോ പഠിപ്പിക്കുന്നത്? യേശു യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? പാരമ്പര്യങ്ങളെ ലംഘിക്കുക. നിലനിന്നിരുന്ന മതപാരമ്പര്യങ്ങളല്ല ധാർമ്മികതയുടെ അടിസ്ഥാനമെന്നും വിശ്വാസത്തിൽ അടിസ്ഥാനമായിരിക്കേണ്ടത് പൂർവിക പാരമ്പര്യം എന്ന പേരിൽ നിങ്ങൾ ചുമക്കുന്ന മതബോധമല്ലെന്നും ക്രിസ്തു വെളിപ്പെടുത്തുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നതാണല്ലോ വിമതൻ. ലോകത്തെ ഏറ്റവും വലിയ വിമതൻ യേശുവാണ്. മതത്തെ തകർത്തയാളാണ്, മതവിരുദ്ധമായി ചിന്തിച്ചയാളാണ്. മതത്തിനകത്തു നിന്ന് സ്വയം മുക്തി പ്രാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് കാണിച്ചു തന്നയാളാണ്. മതം എന്നത് കേവലാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ട് തീർത്തൊരു മതൽക്കെട്ട് മാത്രമാണ്. ഈ മതസത്വം ദൈവവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ദൈവം ഉപരിനന്മയായിരിക്കെ മതാതീതരായിരിക്കേണ്ടവരാണ് നമ്മളെന്ന് പഠിപ്പിക്കെ മതത്തിന്റെ അനുഷ്ഠാനങ്ങളാണ് വിശ്വാസത്തിന്റെ അടയാളങ്ങളെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പഴയകാല ജനതയുടെ മുമ്പിലാണ് ക്രിസ്തു തന്റെ ജീവിതം കൊണ്ട് ഈ മതത്തെ എങ്ങനെയാണ് ലംഘിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം മതത്തെ ലംഘിക്കുന്നതാണ്. മതമെന്ന ആധിപത്യത്തെ, മതമെന്ന ഇരുളിനെ നീക്കിക്കളയാൻ കഴിയുമ്പോൾ മാത്രമേ ധാർമ്മികത ഉയർത്താൻ കഴിയൂ. അനുഷ്ഠാനങ്ങൾക്കകത്ത് തളച്ചിടപ്പെടുമ്പോൾ ആചാരങ്ങളാണ് വിശ്വാസത്തിന്റെ പ്രകടമായ അടയാളങ്ങളെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ആചാരങ്ങൾക്കകത്ത് ഒഴിച്ചു മൂടപ്പെടുന്നത് ധാർമ്മിക ബോധമായിട്ട് മാറും. മുൻ പറഞ്ഞതുപോലെ നമുക്ക് അനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കാം. നമ്മൾ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നു, ധ്യാനങ്ങൾക്ക് പോകുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു. ഇതെല്ലാം നമുക്ക് അനുഷ്ഠിച്ചുകൊണ്ട് പോകാം. നോമ്പുകൾ നോക്കുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യമായ സ്നേഹം ലംഘിക്കപ്പെടുന്നു. സത്യപക്ഷത്ത് നിലനിൽക്കാൻ കഴിയാതെ പോകുന്നു. നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവരായി മാറാതിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളാതിരിക്കുന്നു. പട്ടിണിക്കാരോട് കൂറ് പ്രഖ്യാപിക്കാതിരിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ അവഗണിക്കുന്നു. ഈ നിലപാടുകൾ ആന്തരികമായി നിലനിർത്തിക്കൊണ്ട് വർണ്ണവിവേചനവും ജാതിക്കോയ്മയും ഒക്കെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പുറമേ നമുക്ക് ഇങ്ങനെ പാരമ്പര്യത്തിന്റെ ആളുകളായിട്ട് വക്താക്കളായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇതാണ് വിശ്വാസമെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ സഭാസമൂഹത്തിനകത്ത് തന്നെ കാണണം എത്രത്തോളം വിവേചനങ്ങൾ അതിനകത്തുണ്ട്, തട്ടിത്തിരിവുകളുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം വിശ്വാസികളാണ്, ഒരേ വിശ്വാസ ബോധ്യങ്ങളിൽ അടിയുറച്ചവരാണ്, ഒരേ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ അനുഷ്ഠാനങ്ങളുടെ വൈജാത്യങ്ങളും മറകളും കൊണ്ട് കെട്ടിത്തീർത്ത ഇരുളടഞ്ഞിടങ്ങളായി സഭാസമൂഹങ്ങൾക്കകത്ത് തന്നെ നമുക്ക് ഈ മാറ്റങ്ങൾ കാണാൻ പറ്റും. അതുകൊണ്ട് അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങൾ സഭയ്ക്കകത്തുണ്ട്. രക്തശുദ്ധി പറയുന്നവർ ഇപ്പോഴും സഭയ്ക്കകത്തുണ്ട്. ശുദ്ധരക്തവാദികൾ കത്തോലിക്ക സഭയ്ക്കകത്ത് കേരളത്തിൽ പോലുള്ള കാര്യമായി പറയണേ. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ
വിവാഹം ചെയ്യുന്നവരെ പുറത്താക്കുന്ന, ജാത്യാചാരങ്ങളുടെ മാമൂലുകൾ കൊണ്ട് നടക്കുന്ന, വംശശുദ്ധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതേ പ്രാർത്ഥനകളിലൊക്കെ പങ്കുചേരുന്നു, ഒരേപോലെ ജീവിക്കുന്നു. പക്ഷേ ഹൃദയത്തിനകത്ത് ഈ പുളിമാവ് നീക്കം ചെയ്തിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് തിരുനാൾ ആഘോഷിക്കേണ്ടതെന്ന് 1 കൊരിന്ത്യർ 5:7 പറയുന്നുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് തിരുനാൾ ആഘോഷിക്കണം. പഴയ പുളിമാവ് നീക്കിക്കളയണം. ആ അശുദ്ധിയെ നീക്കിക്കളയാൻ കഴിയുന്നില്ലെങ്കിൽ, ഈ വിഭജനത്തിന്റെ യുക്തികളെ നീക്കിക്കളയാൻ കഴിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. അപ്പൊ പാരമ്പര്യങ്ങളെ അനുവർത്തിക്കേണ്ടവരാണോ നമ്മൾ? നമ്മൾ പാരമ്പര്യങ്ങൾ അനുവർത്തിക്കുന്നതല്ല, വിശ്വാസ പാരമ്പര്യങ്ങളെയാണ് മുറുകെ പിടിക്കുന്നത്. വിശ്വാസ പാരമ്പര്യം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചതാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 3:26 പറയുന്നത്, വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവപുത്രന്മാരാണ്. യേശുക്രിസ്തുവിൽ ഒന്നായിരിക്കുക എന്ന അടിസ്ഥാന ധർമ്മത്തെ, അടിസ്ഥാന കാര്യത്തെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും മുറുകെ പിടിക്കുകയും അവയാണ് വിശ്വാസത്തിന് മൂല്യമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോൾ മതസത്വത്തിലേക്ക് നമ്മൾ പോകും. ക്രൈസ്തവ ധാർമ്മികത ഒരു മതമായിട്ട് അധപ്പതിക്കും. അതിന്റെ അടയാളങ്ങൾ സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാം. തട്ടുതിരിവുകൾ നമുക്ക് കാണാം. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തപ്പോ മാർപ്പാപ്പ പാരമ്പര്യവാദിയായിരിക്കുമോ പുരോഗമനവാദിയായിരിക്കുമോ എന്നാണ് തർക്കം. പാരമ്പര്യവാദിയായിരിക്കുമോ പുരോഗമനവാദിയായിരിക്കുമോ? മാർപ്പാപ്പ എങ്ങനെയാണ് പാരമ്പര്യവാദിയാകുക? മാർപ്പാപ്പ എങ്ങനെയാണ് കേവല പുരോഗമനത്തെ, ഈ ലോകം പറയുന്ന പുരോഗമനാത്മകതയെ സ്വീകരിക്കുക? മാർപ്പാപ്പ എപ്പോഴും സ്വീകരിക്കുന്ന എന്തായിരിക്കും? വിശ്വാസ പാരമ്പര്യത്തിൽ അടിയുറച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്ക് വിധേയമായി ആധുനിക കാലത്ത് സുവിശേഷത്തെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടുമായിരിക്കും മാർപ്പാപ്പ മുമ്പോട്ട് പോവുക. ഒരു മാർപ്പാപ്പയ്ക്കും അതല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ക്രൈസ്തവ ധാർമ്മികതയുടെ അടിസ്ഥാന തത്വങ്ങളെ നിഷേധിച്ചുകൊണ്ടോ ക്രൈസ്തവ ധാർമ്മികതയുടെ പുരോഗമനപരമായ നിലപാടുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെയോ പോകാൻ ഒരു മാർപ്പാപ്പയ്ക്കും സാധ്യമല്ല, സഭയ്ക്ക് സാധ്യമല്ല. സഭ ആദിമസഭയിൽ നിന്ന് ആധുനിക സഭയിൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള ചരിത്രപരമായ സഭയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ സഭ നിൽപ്പിൽ നിന്നൊരാളല്ല. നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. നിലപാടുകൾ മാറ്റിയാണ് വന്നത്. 50 കൊല്ലം മുമ്പ് നമുക്ക് സ്ത്രീ വിമോചനത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം സഭയ്ക്കകത്ത് ഉണ്ടാകണമെന്ന് പറയാൻ കഴിയില്ല. ഫ്രാൻസിസ് പാപ്പ സ്ത്രീകളുടെ കാല് കഴുകിയപ്പോ പാരമ്പര്യവാദത്തിൽ ഊറ്റം കൊണ്ടിരുന്ന ആളുകൾ, മതാത്മകമായ സത്വത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും മുറുകെ പിടിച്ചിരുന്നവർ ഇതൊരു ലംഘനമായി കണ്ടു. മാർപ്പാപ്പ ക്രിസ്തുവിന്റെ മാർഗത്തിലാണ്, പാരമ്പര്യങ്ങളുടെ തടവറയിലല്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും പാരമ്പര്യങ്ങളുടെ തടവറയിൽ ക്രൈസ്തവികത കേവല മതസത്വമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ അനുഷ്ഠാന മാർഗത്തിൽ മാത്രം പിന്തുടരുന്നുവെങ്കിൽ നിശ്ചയമായും അബദ്ധത്തിലാണ്. ക്രിസ്തു അതാണ് വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ യഹൂദർ പാരമ്പര്യങ്ങൾ ലംഘിക്കുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയാൻ കാരണം എന്താ? കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ്. വിവിധ ക്ഷാളനങ്ങൾ നിലനിന്നിരുന്നു. ഈ ക്ഷാളനങ്ങളെ ലംഘിക്കണം. ലംഘിച്ചാൽ മാത്രമേ ക്രൈസ്തവ ധാർമ്മികതയിലേക്ക് വരാൻ പറ്റൂ. അതുകൊണ്ട് മതപാരമ്പര്യങ്ങളുടെ തടവറയിൽ നിന്ന് മോചനം പ്രാപിക്കേണ്ടതുണ്ട്. എന്നിട്ട് വേണം പുരോഗമനത്തിലേക്ക് പോകാൻ. പുരോഗമനം എന്നത് തുറന്ന വേദിയിലേക്കല്ല, ക്രൈസ്തവ ധാർമ്മികതയുടെ വീക്ഷണത്തിൽ ആധുനിക കാലത്ത് സഭ പുരോഗമിക്കേണ്ടതുണ്ട് പരിശുദ്ധാത്മാവിൽ. യേശു എങ്ങനെയൊക്കെയാണ് പാരമ്പര്യങ്ങളെ ലംഘിക്കുന്നത്? പലതരത്തിലാണ്. ഒരു ഉദാഹരണം നമുക്ക് ആലോചിക്കാം. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുകയും പലപ്പോഴും ധ്യാനിക്കുകയൊക്കെ ചെയ്യുന്നൊരു വിഷയമാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന്. ഇത് പറഞ്ഞിട്ടാണ് പരിശുദ്ധ ദൈവമാതാവിനോട് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പുത്രനോട് പറയണമേ എന്നൊക്കെ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ പുറന്തോട് മാത്രം ചർച്ച ചെയ്യും, അകക്കമ്പിലേക്ക് പോവില്ല. അവിടെ യേശു തന്റെ സമയമായിട്ടില്ല എന്ന് മറിയത്തോട് പറയുന്നുണ്ട്. അവിടെ മറിയത്തെ സ്ത്രീയെ എന്ന് വിളിച്ചത് ബഹുമാനമില്ലാണ്ടാണ്, കേവല സ്ത്രീയാണ് മറിയമെന്ന് പറയുന്നവരുണ്ട്. സ്ത്രീയെ എന്ന് അവിടെ വിളിക്കുന്നത് തന്റെ ജീവിതത്തിൽ ദൈവിക മഹത്വം വെളിപ്പെടുത്തുന്ന ആദ്യത്തെ സംഭവമാണ്. 11-ാം വചനം അത് പറയുന്നുണ്ട്, 2:11. ദൈവിക മഹത്വം വെളിപ്പെടുന്ന സമയത്ത് മറിയം സ്ത്രീയാണ്. യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ മറിയം സ്ത്രീയാണ്. സ്ത്രീയിൽ നിന്ന് ജാതനായി എന്നത് അങ്ങനെയേ പൂർത്തിയാകൂ. ഇനി രണ്ടാമത്തെ കാര്യം, മറിയം പറഞ്ഞു, യേശു അത് ആദ്യം നിഷേധിക്കുന്നുണ്ട്. പക്ഷേ യേശു അടയാളം പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു. അടയാളം പ്രവർത്തിക്കുന്നതിനകത്തൊരു പാരമ്പര്യ ലംഘനമുണ്ട്. എന്താണ് ആ പാരമ്പര്യ ലംഘനം? വീഞ്ഞില്ലെന്നാണല്ലോ പറഞ്ഞത്. സാധാരണഗതിയിൽ വീഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക? വീഞ്ഞ് തീർന്നു പോയാൽ വീഞ്ഞൊഴിഞ്ഞ പാത്രങ്ങളുണ്ടല്ലോ,
ആ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കൂ എന്നല്ലേ പറയേണ്ടത്? വീഞ്ഞൊഴിഞ്ഞു പോയ പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കൂ. എന്നിട്ട് യേശുവിന് അത് വീഞ്ഞാക്കാം. എന്തിനു വേണ്ടിയാണ്? ദൈവിക മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ചെയ്യുന്നു. യേശുവിലെ ദൈവികതയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാം. യേശു പറഞ്ഞത് എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ശുദ്ധീകരണ കർമ്മത്തിനുള്ള കൽഭരണികൾ. എത്ര കൽഭരണികൾ? 6 കൽഭരണികൾ. ശുദ്ധീകരണ കർമ്മത്തിനുള്ള 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കാനാണ് പറയുന്നത്. വീഞ്ഞു തീർന്നു പോയ പാത്രങ്ങളിൽ തന്നെ വെള്ളം നിറയ്ക്കാനല്ല പറഞ്ഞത്. ശുദ്ധീകരണ കർമ്മത്തിനുള്ള 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കും. അങ്ങനെ വെള്ളം നിറയ്ക്കുന്നു. അങ്ങനെ ഈ 6 എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. സുവിശേഷത്തിൽ എപ്പോഴും 7 പൂർണ്ണത, 6 ഒരു അപൂർണതയുടെ രംഗമാണ്. ഈ അപൂർണമായ ഒരു കാര്യമായിട്ടാണ് പാരമ്പര്യത്തെ കാണുന്നത്. ഇത് അപൂർണതയാണ്. ആ അപൂർണതയെ നീക്കിക്കളയാൻ വേണ്ടി അവയിൽ വെള്ളം നിറയ്ക്കുന്നു, അവയിൽ വീഞ്ഞാവുന്നു. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇനി ക്ഷാളന കർമ്മത്തിനുള്ള വെള്ളമില്ല, പകരം അതിലൊക്കെ വീഞ്ഞായിപ്പോയി. ഒരു പഴയ പാരമ്പര്യത്തെ ഒരടയാളം പ്രവർത്തിക്കുന്ന നേരത്ത് യേശു നിഷേധിക്കുന്നു. പാരമ്പര്യത്തിനെ തന്റെ ജീവിതത്തിനകത്തേക്ക് കൊണ്ടുവരാനല്ല, ഒരു പാരമ്പര്യത്തിനകത്ത് നിങ്ങളുടെ പുതുമയെ, ദൈവികതയുടെ സമ്പൂർണതയെ വെളിപ്പെടുത്താനാണ് യേശു തയ്യാറാകുന്നത്. പാരമ്പര്യത്തിനകത്ത് വിശ്വാസത്തെ കൊണ്ട് തിളക്കിയല്ല വേണ്ടത്. പാരമ്പര്യമായി അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ വിശ്വാസം കൊണ്ട് നിറയ്ക്കുകയും പാരമ്പര്യങ്ങളെ ലംഘിക്കുകയും വേണം. അങ്ങനെ യേശു ഈ അടയാളം പ്രവർത്തിക്കുമ്പോൾ ഒരു പാരമ്പര്യം നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ പ്രവൃത്തികൾക്കകത്തും നിലനിന്നു പോകുന്ന പാരമ്പര്യങ്ങളെ ക്രിസ്തു നിഷേധിക്കുന്നു, നിയമത്തെ നിഷേധിക്കുന്നില്ല. ക്രിസ്തു മത്തായി 5:17 പറയുന്നുണ്ടല്ലോ, ഞാൻ നിയമത്തെ നിഷേധിക്കാൻ വന്നവനല്ല. 10 കൽപ്പനകളെ നിഷേധിക്കുന്നില്ല, പക്ഷേ യഹൂദാനുഷ്ഠാനങ്ങളെയും പാരമ്പര്യങ്ങളെയും നിഷേധിക്കുന്നു. എന്നിട്ട് കൈ കഴുകാതെ ഭക്ഷണം ശിഷ്യന്മാർ കഴിക്കുന്നത് യേശു തടയുന്നില്ല. യേശു തന്റെ ജീവിതത്തിലുടനീളം ചെയ്ത പ്രവൃത്തികളിലുടനീളം പാരമ്പര്യങ്ങളെ ലംഘിക്കുകയാണ്. അതുകൊണ്ട് കേവലാനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യത്തിലാണോ മുറുകെ പിടിക്കേണ്ടത്? ആ അനുഷ്ഠാനങ്ങൾക്കകത്ത് വിശ്വാസബോധ്യങ്ങളെ നിറയ്ക്കുകയാണോ വേണ്ടത്? വിശ്വാസബോധ്യങ്ങൾ കൊണ്ട് അതിനെ ലംഘിക്കുകയാണോ വേണ്ടത് എന്ന കാര്യം ആലോചിക്കണം. കത്തോലിക്ക സഭ 2000 വർഷം മുമ്പ് കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമല്ല, അത് ആധുനിക കാലത്തേക്ക് ഒഴുകിയൊരു വെള്ളമാണ്. ക്രിസ്തുവാണ് അതിന്റെ പ്രധാനം. ക്രിസ്തുവിലാണത് മുന്നോട്ടൊഴുകുന്നത്, പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നത്. അവിടെ കേവലാനുഷ്ഠാനങ്ങളും കേവലമായ ജീവിത രീതികളുമല്ല, അതിനകത്ത് അകക്കാമ്പായിരിക്കേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കാര്യം നമുക്ക് ആലോചിക്കാം. അങ്ങനെ യഹൂദ പാരമ്പര്യങ്ങൾ മാത്രം നിലനിർത്തിപ്പോകുന്നൊരു സമൂഹമാണെങ്കിൽ ചോറുണ്ണാൻ കഴിയില്ല, സാരി ഉടുക്കാൻ കഴിയില്ല, താലി ധരിക്കാൻ കഴിയില്ല, ഈ ലോകത്ത് ജീവിക്കാനേ കഴിയില്ല. ആധുനികമായ സംവിധാനങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? നമ്മൾ കഴുതപ്പുറത്തും കുതിരപ്പുറത്തും നടക്കണ്ടേ? കാളവണ്ടി യാത്ര ചെയ്യണ്ടേ? നമ്മൾ പാരമ്പര്യങ്ങളെ ലംഘിച്ചാണ് മുൻപോട്ട് പോകുന്നത്. ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് പാരമ്പര്യങ്ങളെ ലംഘിക്കാനാണ്. എന്തുകൊണ്ടാണ് താൻ അപ്രകാരം പ്രവർത്തിക്കുന്നതെന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നുണ്ട്. വിശുദ്ധ മത്തായി 15:3 നിങ്ങൾ പാരമ്പര്യത്തിന്റെ പേരിൽ നിയമത്തെ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പ്രമാണങ്ങളെ നിങ്ങൾ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പാരമ്പര്യത്തിന്റെ പേരിൽ. പാരമ്പര്യത്തിന്റെ പേരിൽ പ്രമാണങ്ങളെ ലംഘിച്ചിട്ടില്ലേ? യഹൂദരിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ് പാപം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുക. പാപം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലുക. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കല്ലെറിയാനായിട്ട് കൊണ്ടിരുന്നത് ഇക്കാരണം കൊണ്ടാണ്. കൊല്ലരുത് എന്ന കൽപ്പന ഉണ്ടായിരിക്കെ, കൊല്ലരുത് എന്ന കൽപ്പന നിലനിൽക്കെ, പാപം ചെയ്യുന്നവനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു ആചാരം, ഒരു അനുഷ്ഠാനം, ഒരു നിയമവ്യാഖ്യാനം അതിന്റെ പിന്നിൽ വന്നു ചേർന്നു. നീതീകരിക്കത്തക്കതാണ്. പഴയ നിയമത്തിന്റെ അപൂർണതയെ മനസ്സിലാക്കണം. പഴയ നിയമം എന്ന് വെച്ചാൽ പഴയ നിയമത്തിന്റെ കാലത്തെ കൽപ്പനകളെ 613 നിയമങ്ങളാക്കി മാറ്റിയ ശാപത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഉണ്ടായിരുന്ന സങ്കല്പങ്ങളെ, രോഗത്തെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പങ്ങളെ ഒക്കെ നീക്കിയിട്ടാണ് ദൈവത്തിന്റെ രക്ഷാകരമായ വെളിപ്പെടുത്തൽ യേശുക്രിസ്തുവിൽ നിറവേറുന്നത്.
അതുകൊണ്ട് നിയമം എന്ന 10 കൽപ്പനയെ ലംഘിക്കാതിരിക്കുമ്പോൾ അനുഷ്ഠാനത്തിലും ആചാരത്തിലും പാരമ്പര്യത്തിലും വന്ന പിഴവുകളെ ക്രിസ്തു നീക്കം ചെയ്യുന്നു. യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ആചരണങ്ങളുടെ പേരിൽ നിയമങ്ങളെ ലംഘിക്കുന്നത്, കൽപ്പനകളെ ലംഘിക്കുന്നത്? നമുക്ക് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന, സഭാ സമൂഹത്തിലുണ്ടാകുന്ന വിശ്വാസത്തിന്റെ പേരിലുള്ള തർക്കങ്ങൾക്കകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഈ നിഷേധത്തെ കാണാൻ പറ്റും. ഇപ്പോഴും തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാ? പാരമ്പര്യങ്ങളെ കുറിച്ചാണ്. ഏത് പാരമ്പര്യത്തെ കുറിച്ചാണ്? ഞങ്ങൾ പരമ്പരയായി ഇങ്ങനെയാണ്. എത്ര വർഷത്തെ പാരമ്പര്യം? കേരളത്തിൽ ഒരു 100 വർഷത്തെ പാരമ്പര്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയാണ് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇത് തന്നെയാണ് ശരി, ഞങ്ങൾ ഇങ്ങനെ ആകണം, ഈ പാരമ്പര്യത്തിലേക്ക് തിരികെ പോകണം, പാരമ്പര്യത്തിലേക്ക് തിരികെ പോകണം. കുമാരനാശൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം, ഇന്നലെ ഒരു സാഹചര്യത്തിൽ ചെയ്തൊരു കാര്യമാണ്. ആ കാര്യം നമ്മൾ തുടർന്നുകൊണ്ടേ പോരുന്നു പരമ്പരയായി. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. ഒരു സന്യാസി പൂജ ചെയ്യുന്ന സമയത്ത് ഒരു പൂച്ചയെ പിടിച്ച് കൊട്ടയ്ക്കിട്ട് അകത്തിട്ട് മൂടും, ഒരു പൂച്ചയെ പിടിച്ച് കൊട്ടയിട്ട് മൂടും, എന്നിട്ട് പൂജ ആരംഭിക്കും. കുറെ നാളുകളായി ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എപ്പോഴൊക്കെ പൂജ ചെയ്യുന്നുണ്ടോ സന്യാസി ഈ പറഞ്ഞ പൂച്ചയെ പിടിച്ച് കൊട്ടയിട്ട് മൂടും. ശിഷ്യന്മാർ, സന്യാസിയുടെ മരണശേഷം ശിഷ്യന്മാർ പൂജ ചെയ്യാൻ തുടങ്ങി. ആ പൂജ ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഗുരു ചെയ്തിരുന്ന എല്ലാ പ്രവൃത്തികളും അവർ പിന്തുടരുകയാണ്. അതുകൊണ്ട് പൂജയെ പിടിച്ച് കൊട്ടയിട്ട് മൂടിയിട്ടാണ് അവര് പൂജ നടത്തിയിരുന്നത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ പൂച്ചയും ചത്തു. അപ്പൊ ഒരു പുതിയ പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ടയിട്ട് മൂടിയിട്ട് പൂജ ചെയ്യാൻ തുടങ്ങി. സന്യാസിയുടെ പൂച്ച ഈ യാഗദ്രവ്യങ്ങളെ തട്ടിമറിക്കും എന്നുള്ളത് കൊണ്ട് പൂജ തുടങ്ങുന്ന സമയത്ത് ഒരു ശല്യം ഉണ്ടാകാതിരിക്കാനാണ് സന്യാസി പൂച്ചയെ പിടിച്ച് കൊട്ടയിട്ട് മൂടിയിരുന്നത്. ശിഷ്യന്മാർ അതിന്റെ അകക്കം എന്താണെന്ന് അറിഞ്ഞില്ല. അതുകൊണ്ട് അവർ പൂച്ചയെ അവരുടെ കാലത്തും കൊട്ടയിട്ട് മൂടി. ആ പൂച്ച മരിച്ചു പോയപ്പോ ആ പൂച്ച ചത്തുപോയപ്പോ വേറെ പൂച്ചയെ പിടിച്ച് കൊട്ടയിട്ട് മൂടി. പൂച്ചയെ കൊട്ടയിട്ട് മൂടിയാലാണ് പൂജ സമ്പൂർണ്ണമാകുക തെറ്റിദ്ധരിച്ചു. ഇതേപോലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെയാണ് പ്രധാനമെന്ന് തെറ്റിദ്ധരിക്കുന്നു. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ലയോ 14 നിങ്ങൾ ഇങ്ങനെ ദൃശ്യവൽക്കരിക്കുന്ന ആചാരങ്ങൾക്കകത്തല്ല, അതിന്റെ അകക്കാമ്പിലേക്കാണ് പോകേണ്ടത്. പരിശുദ്ധ കുർബാനയെ കേവലാനുഷ്ഠാനമാക്കുകയും അതിന്റെ അനുഷ്ഠാന വിധികളാണ് അതിന്റെ അകക്കാമ്പെന്ന് തെറ്റിദ്ധരിക്കുകയും യഥാർത്ഥ മൂല്യം നഷ്ടപ്പെടുകയും കുർബാനയിൽ സ്വയം വിഭജിതമാകേണ്ടത് എങ്ങനെയെന്നും എങ്ങനെയാണ് സ്വയാർപ്പണമായി മാറേണ്ടതെന്നും ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്നും എന്തുകൊണ്ടാണ് ക്രിസ്തുവിനുള്ള ഭാഗഭാഗിത്വം ജീവിതം കൊണ്ട് പ്രകടമാക്കാൻ നമുക്ക് കഴിയുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അന്ധമായി പോയിട്ടുണ്ട് നമ്മുടെ ആചരണങ്ങൾ. അതുകൊണ്ട് കേവലാചാരമായി തരംതാണു, കേവലാചാരമായ ഒരു നാടകമായി പ്രഹസനമായി തരംതാണു. അതുകൊണ്ടാണ് അത് TV കണ്ടാൽ മതിയെന്നും മൊബൈലിൽ കണ്ടാൽ മതിയെന്നും ഒക്കെ നമുക്ക് തോന്നുന്നത്. കാരണം അത് കേവല പ്രവൃത്തിയാവുന്നു. അതിനകത്തുള്ള ആന്തരികമായ സമർപ്പണത്തിന്റെ ബോധ്യത്തെയും ജീവിതാർപ്പണം ക്രിസ്തുവിലായി തീരുമ്പോഴുണ്ടാകുന്ന ദൈവൈക്യത്തിന്റെ പരമോന്നതിയെയും അനുഭവിക്കാൻ കഴിയാത്ത വിധം തരംതാണവരായി നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. എന്തിന് ബലിയർപ്പിക്കണം, എങ്ങനെ ബലിയർപ്പിക്കണം, ബലിക്കകത്ത് എന്താണ് എനിക്ക് ചെയ്യാനുള്ളത്, ഞാൻ കേവലമായി ശബ്ദഘോഷത്തോടെ പ്രാർത്ഥനകൾ ഉരുവിടുന്നതാണോ ബലിയുടെ സമ്പൂർണത അല്ലെങ്കിൽ മഹത്വം? ബലി എങ്ങനെയാണ് ആഘോഷമായിട്ട് മാറുന്നത്? ഒരു മരണം ജീവിതത്തിനകത്ത് എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന കുർബാനയെ ജീവിതത്തിന്റെ അതിർത്തികളിൽ നിന്ന് പുറത്തു കിടത്തി, ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അത് ഒരു ആചാര സ്തംഭമായി മാറ്റി തീർത്തു. അങ്ങനെ ആചാരസ്തംഭമായി മാറിപ്പോകുന്ന വിശ്വാസത്തിന്റെ പതനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. അനുഷ്ഠാന ക്രിസ്ത്യാനിയല്ല ആകേണ്ടത്. ഹൃദയബോധ്യത്തോടെ വിശ്വാസത്തെ ജീവിതത്തിൽ ധാർമ്മികാനുഷ്ഠാനത്തിലുള്ള മാർഗമായി കാണുന്ന ഒരാളെയാണ് ക്രിസ്ത്യാനിയായി കാണേണ്ടത്. ഞാനും നിങ്ങളും ക്രൈസ്തവ ധാർമ്മികതയെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം. ക്രൈസ്തവ ധാർമ്മികത സ്നേഹമാണെന്നിരിക്കെ സ്നേഹലംഘനം ആഘോഷിക്കുന്നവരായി നമ്മൾ മാറുന്നു. തെരുവ് യുദ്ധങ്ങളിലേക്ക് പോകാൻ നമുക്ക് മടിയില്ല. മത്രാന്മാരെ തടഞ്ഞു നിർത്തി തങ്ങളുടെ മസിൽ പവർ ഉപയോഗിച്ചും സംഘശേഷി ഉപയോഗിച്ചും നിലപാടുകൾ സ്വീകരിപ്പിക്കുന്നവരായി നമ്മൾ മാറിപ്പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് തർക്കത്തിലോ കൂട്ടിലോ നിന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. നമ്മൾ ആലോചിക്കണം. പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ട ആചാര്യപദത്തിലിരിക്കുന്ന ആളുകളെ
ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നയിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. നമുക്ക് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകാം, ആ ഭിന്നാഭിപ്രായങ്ങൾ പറയണം. ഭിന്നാഭിപ്രായങ്ങൾ ഉള്ളത് അടച്ചു വെച്ചിട്ട് ഇവർ പരിശുദ്ധാത്മാവിലാണ് എന്നതുകൊണ്ട് കണ്ണടച്ച് കാര്യങ്ങൾ സമ്മതിക്കണമെന്നല്ല പറയുന്നത്. നമുക്ക് തർക്കങ്ങൾ പറയാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ഒരഭിപ്രായവും പാഴായി പോകരുത്, ഒരാളുടെ അഭിപ്രായവും ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. ഏതൊരുവനെയും അംഗീകരിക്കണം. വിമത സ്വഭാവം എന്ന് പറയുന്നത് മതാതീതമായ ഒരു കാര്യമായിട്ട് കാണണം. മതത്തിന്റെ കെട്ടുകളിൽ നിന്ന്, സാമാന്യഗതിയിലെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് അതിന്റെ അകക്കാമ്പിലേക്ക് പോകാൻ ഇത് തടസ്സമാകുന്നിടത്ത് അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷേ നമ്മൾ എങ്ങനെയായിത്തീരുന്നു? നമ്മൾ ഒരു കാര്യം ന്യായമെന്ന് പറയാൻ വേണ്ടി, ഞങ്ങളുടെ അനുഷ്ഠാനമാണ് ശരിയെന്ന് പറയാൻ വേണ്ടി എന്തിനു നിഷേധിക്കുന്നു? ദൈവം നമുക്ക് നൽകിയ ഒരിടയ ശുശ്രൂഷയെ നമ്മൾ നിരസിക്കുന്നു. ഒരേ സമയം തന്നെ വിശ്വാസിയായി പരിഗണിക്കപ്പെടുകയും അതേസമയം തന്നെ വിശ്വാസത്തിന്റെ അടിസ്ഥാന നിലപാടുകളെ ലംഘിക്കുകയും ചെയ്യുന്നു. ഇതേ മെത്രാന്റെ കൈവപ്പ് വഴിയാണ് പുരോഹിതൻ ഉണ്ടാകുന്നത്. പൗരോഹിത്യ ശുശ്രൂഷയിൽ പുരോഹിതൻ പങ്കുചേരുന്നത് മെത്രാന്റെ കൈവപ്പിലൂടെയാണ്. മെത്രാൻ എന്ന വ്യക്തിയുടെ കുറവുകളോ പോരായ്മകളോ ചൂണ്ടിക്കാണിക്കാം, പക്ഷേ അതേസമയം മെത്രാൻ എന്ന അപ്പോസ്തലികമായ തുടർച്ചയെ, അപ്പോസ്തലികമായ ശുശ്രൂഷയെ തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല. ഈ രണ്ടിടത്തും നമുക്ക് കാര്യങ്ങൾ കാണാൻ പറ്റണം. നമ്മൾ പാരമ്പര്യത്തിന്റെ കേവലാനുഷ്ഠാനത്തിലായി തരം താണു പോകുമ്പോൾ നമ്മൾ അനുഷ്ഠാന ക്രിസ്ത്യാനിയായി മാറും, നമ്മൾ മതസത്വമായിട്ട് മാറും. മതസത്വമായിട്ട് മാറുമ്പോൾ ക്രൈസ്തവ ധാർമ്മികത ഇല്ലാണ്ടായി പോകും. യേശു ചോദിക്കുന്ന ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. നിങ്ങളുടെ പാരമ്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ കൽപ്പനകളെ ലംഘിക്കുന്നത് എന്തുകൊണ്ട്? സ്നേഹം ലംഘിക്കപ്പെടുന്നു, സമൂഹം വിഭജിക്കപ്പെടുന്നു, തട്ടുതിരിവുകൾ ഉണ്ടാകുന്നു. ക്രൈസ്തവരെന്ന നിലയ്ക്ക് തട്ടുതിരിവുകൾ ഉണ്ടാകുന്നു. തട്ടുതിരിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വംശീയ ജാതീയ കോയ്മകൾ സഭയ്ക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ആര് നിഷേധിച്ചാലും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണവ. അതുകൊണ്ട് ഇത്തരത്തിലുണ്ടോ? സ്ത്രീയോട് ഇപ്പോഴും വിവേചനമുണ്ടോ? ഫ്രാൻസിസ് പാപ്പ സ്ത്രീകളെ ഡീക്കൻ പദവിയിലേക്ക് ഉയർത്തുകയും അവർക്ക് ശുശ്രൂഷയിൽ പ്രമുഖമായ സ്ഥാനം നൽകുകയും വോട്ടവകാശം നൽകുകയൊക്കെ ചെയ്യുന്ന സമയത്ത്, സിനഡിൽ അവർ ചേർക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പാരമ്പര്യവാദികളെന്ന് തങ്ങളാണ് ഇതിന്റെയൊക്കെ കസ്റ്റോഡിയൻസ് എന്ന് കരുതുന്ന, ഇതൊക്കെ ഭരിച്ചുകൊണ്ട് പോകുന്നവരെന്ന് കരുതുന്ന, ഇങ്ങനെയൊക്കെ ഈ പുസ്തകങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിനകത്ത് നിവർത്തിയാക്കുന്നതാണ് വിശ്വാസത്തിന്റെ ജീവിതമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ എതിർത്തു. മാർപ്പാപ്പയ്ക്ക് ആ വഴിയെ നീങ്ങാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. ക്രിസ്തു എന്ന അടിസ്ഥാന ശിലയെ നിഷേധിക്കാതെ യേശു ക്രിസ്തുവിൽ നിന്നെടുത്ത് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് സ്ത്രീത്വത്തെ മാനിക്കാനാണ്, തുല്യത പ്രഖ്യാപിക്കാനാണ്, മനുഷ്യത്വത്തെ ഉയർത്താനാണ്. ആ നിലപാടിൽ നിന്നുകൊണ്ട് സ്ത്രീകളെ നോക്കണം, ഭിന്ന ലൈംഗികതയെ നോക്കണം. ഒരാളെയും നിഷേധിക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരുവനെ നിഷേധിക്കുകയും പടിക്ക് പുറത്തു നിർത്തുകയും ചെയ്യുമ്പോൾ നാം ചെയ്യുന്നത് ക്രൈസ്തവ ധാർമ്മികതയ്ക്കെതിരായ പ്രവൃത്തിയായിട്ട് മാറും. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 15:8 പറയുന്നത്, അധരം കൊണ്ട് നിങ്ങൾ പ്രഘോഷിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. അധരം കൊണ്ട് വിശ്വാസത്തെ പ്രഘോഷിക്കുന്നുണ്ട്, ഹൃദയം കൊണ്ട് ജീവിത നിലപാടിൽ ക്രൈസ്തവ ധാർമ്മികതയോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ പറ്റും. യേശു പറയുന്നു, നിങ്ങൾക്ക് ധനത്തെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല. ഇപ്പൊ ആരാണ് നമ്മുടെ ജീവിതത്തിന് നാഥനായിട്ടുള്ളത്? ക്രിസ്തുവാണോ ധനമാണോ? ഒരേ സമയം യേശുവിന്റെ നാമം അധരം കൊണ്ട് പറയും, അതേസമയം ഹൃദയത്തിൽ പണം ഒരു പ്രധാനപ്പെട്ട ആളായി മാറുകയും ചെയ്യുന്നതിന്റെ ചരിത്രമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭാതർക്കങ്ങൾക്കകത്തായാലും കുടുംബ തർക്കങ്ങൾക്കകത്തായാലും വ്യക്തിബന്ധങ്ങൾക്കകത്ത് മുറിവേൽപ്പിക്കുന്ന പ്രവൃത്തിയായാലും സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് സംഭവിക്കുന്നത്. ഉച്ചനീചത്വം ഉണ്ടാകുന്ന സമ്പത്തിന്റെ പേരിലാണ്. ജാതി മേൽക്കോയ്മയും വംശ വെറികളും ഒപ്പം സമ്പത്തും മനുഷ്യനെ വിഭജിക്കുന്നതായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. പുറമെ നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയില്ല, പക്ഷെ അകമേ ഇത്തരം തട്ടുതിരിവുകൾ നിലനിൽക്കുന്നു. സമ്പത്ത് പ്രധാനപ്പെട്ടതായി മാറുന്നു. 1940 ശേഷം വന്ന സമ്പത്തിന്റെ സുവിശേഷം സഭയെ ഗ്രസിച്ചിരിക്കുന്നു. അതുകൊണ്ട് പണമുണ്ടാക്കുന്നതായി മാറുന്നു പ്രധാന ലക്ഷ്യം. ശുശ്രൂഷകൾ പോലും പണം കൊയ്യുന്നവയായിട്ട് മാറുന്നു. അങ്ങനെ ആൾദൈവങ്ങളും ശുശ്രൂഷാ കേന്ദ്രങ്ങളും ധനസമ്പാദനത്തിന്റെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ വിശ്വാസം പ്രഘോഷിക്കുന്നു അധരം കൊണ്ട്, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നകന്നിരിക്കുന്നു. ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാണ് മെച്ചം ഉണ്ടാകുക? യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് മെച്ചം ഉണ്ടാകുക? ഇത് അവരന് വേണ്ടി കൊടുക്കാൻ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണെന്ന് ബോധ്യം ഉണ്ടാവട്ടെ. അപ്പൊ മെച്ചമുണ്ടാകുന്നുവെങ്കിൽ, സാമ്പത്തികമായിട്ട് ഉന്നതിയുടെ ശൃംഗങ്ങളിൽ കയറുന്നുവെങ്കിൽ അത്
മറ്റുള്ളവരുമായി പങ്കുവെക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല എന്ന് പറയുന്ന ക്രൈസ്തവൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഈ ചൂഷണമാണ്. അവരന് കൊടുക്കേണ്ടത് വിശുദ്ധ ബാസിൽ പറയുന്നത് പോലെ നീ ഉപയോഗിക്കാതെ നിന്റെ പെട്ടിയിൽ വെച്ചിട്ടുള്ള വസ്ത്രം മോഷണ വസ്തുവാണ്. നീ അങ്ങനെ വെച്ചിട്ടുള്ള സമ്പത്ത് മോഷണ വസ്തുവാണ്. അത് ദരിദ്രന്റെ ഭക്ഷണമായിരുന്നു. അവന് സമയത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് നിന്റെ കയ്യിൽ സമ്പാദ്യം. എന്തുകൊണ്ടാണ് സമ്പാദ്യം ഉണ്ടാകുന്നത്? കയ്യിൽ സൂക്ഷിക്കുന്നു. എങ്ങനെ സൂക്ഷിക്കുന്നു? കൊടുക്കേണ്ടത് കൊടുക്കാതെ. നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞുള്ളത് നീ മെച്ചം വയ്ക്കുന്നു. നീ ലോകത്തിന് മുമ്പിൽ അഭിമാനിക്കപ്പെടാവുന്നയാളാണ്, ദൈവസന്നിധിയിൽ അഭിമാനം അർഹിക്കുന്നയാളല്ല. അതുകൊണ്ട് ഒരാൾ സമ്പത്തിൽ അഭിമാനിക്കുന്നുവെങ്കിൽ അയാൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ഒരാൾ തന്റെ കുലീനത്വത്തിൽ അഭിമാനിക്കുന്നുവെങ്കിൽ അയാൾ ക്രിസ്തുവിനെ നിഷേധിക്കുന്നു. ഞാൻ കുലീനൻ എന്ന് പറയുമ്പോൾ മറ്റൊരുവനെ തള്ളുന്നുണ്ട്. ഒരുവനെ തള്ളുമ്പോ നീ നിശ്ചയമായിട്ടും ക്രിസ്തുവിനെ നിഷേധിച്ചിട്ടുണ്ട്. നീ തള്ളിയവന്റെ പേര് ക്രിസ്തു എന്നാണ്. ഈ വിവേചനം ഉണ്ടോ നമ്മുടെ അകത്തൊന്ന് ആലോചിക്കണം. പഴയ നിയമത്തെ പലപ്പോഴും നമ്മൾ വിമർശിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ്. എന്താണ്? മാനുഷിക നിയമങ്ങൾ പഠിപ്പിക്കുന്നു. സാപത്തിൽ എത്ര നേരം നടക്കാം, മുടി വളർത്താമോ, വസ്ത്രം എങ്ങനെ ധരിക്കണം, ഇങ്ങനെ മാനുഷിക നിയമങ്ങളെ ദൈവകൽപ്പനയായി പഠിപ്പിക്കുന്നു. യഥാർത്ഥ കൽപ്പനയുടെ മൂല്യം സ്നേഹത്തിൽ അടിയുറച്ചതാണെന്നും ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കേണ്ടതാണ് നിങ്ങളുടെ കടമയെന്നും മറന്നു പോകുന്നു. പ്രധാനപ്പെട്ട വിഷയത്തിൽ നടന്നു പോകുന്നു. മറ്റുള്ളവരെ പുറജ്ഞാതികളായി കാണുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാവരും ഒന്ന് സമസ്തവും കയ്യിലെടുത്ത് ഇതിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞർപ്പിച്ച ഒരുവൻ, കുരിശിൽ അർപ്പിച്ച ഒരുവൻ, എല്ലാ മനുഷ്യർക്കും വേണ്ടി സകല ജനതയ്ക്കും വേണ്ടി വന്ന ഒരുവൻ ഒരു വിഭാഗത്തിൻ്റെതാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നു. പുറം ജാതികൾ, പുറത്തുള്ളവർ, ലോകം മുഴുവൻ പാപികൾ. പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ മോചിപ്പിച്ച ക്രിസ്തു ഈ ലോകത്ത് എങ്ങനെയാണ് ക്രിസ്തു സ്നേഹത്തിൽ ലോകത്തെ നോക്കിക്കാണണമെന്ന് പഠിപ്പിക്കുമ്പോൾ ലോകത്തെ മാനുഷിക വീക്ഷണം കൊണ്ട് നോക്കിക്കാണുന്നു. ലോകം മുഴുവൻ തെറ്റുകാരാണെന്നും നമ്മളൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധരായ നല്ല മനുഷ്യരാണെന്നും തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നു. അങ്ങനെ കേവലാനുഷ്ഠാനമാണ് ജീവിതത്തിന്റെ അടയാളമെന്ന് തെറ്റിദ്ധരിക്കുന്ന, വിശ്വാസത്തിന്റെ അടയാളമെന്ന് തെറ്റിദ്ധരിക്കുന്ന അബദ്ധത്തിൽ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ ധാർമ്മികത. ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. 2 പത്രോസ് 2:1 പറയുന്നുണ്ട്, ഇസ്രായേലിലുണ്ടായിരുന്ന ഒരു വ്യാജ പ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിലുണ്ട്. ഇസ്രായേലിൽ അങ്ങനെ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരാണ് ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന പ്രവൃത്തിയിലേക്ക് നയിച്ചത്. നിങ്ങളെ തെറ്റിലേക്ക് നയിക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലുണ്ടാവും. അവരാണ് പറയുന്നത് മന്ത്രവാദം മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടാണ് നിനക്ക് നഷ്ടമുണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിത ദുരിതത്തിന്റെ കാരണം അപരനാണ്. കണ്ടോ? അറിയാതെ അപരനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. സഹോദരനായി കാണേണ്ടവനെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു. ഒറ്റുന്നവനെ പോലും സ്നേഹിത എന്ന് വിളിച്ച ഒരു സ്നേഹത്തെ നിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപരനാണ്. രണ്ടാമതിന്റെ ജീവിതത്തിലെ കുറവുകൾ കാരണം പൂർവികരാണ്, അല്ലെങ്കിൽ പിശാചാണ് എല്ലാത്തിന്റെയും കാരണം. പിശാചിന്റെ അടിമത്തത്തിലാണ് ഇപ്പോഴും ലോകം. പഠിപ്പിക്കാം വ്യാജോപദേഷ്ടാക്കൾ. എന്തിനു വേണ്ടിയാണ്? വിശ്വാസത്തിന്റെ പ്രഘോഷകരെന്ന പേരിലാണ്. നിങ്ങൾ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. കുർബാന ഉപേക്ഷിക്കേണ്ട വേദിയാണ്. ഈ ഉപേക്ഷിക്കേണ്ട വേദിയിൽ അർപ്പിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. തെറ്റിദ്ധരിപ്പിക്കാം. വ്യാജോപദേഷ്ടാക്കൾ. ഇത് വ്യാജമാണെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വിശ്വാസത്തിന്റെ ലേബൽ ഒട്ടിച്ചാണ് ഇതൊക്കെ വരുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ബെഞ്ചിരിച്ച പായസം വിൽക്കുന്നു. ബെഞ്ചിരിപ്പ് ആശീർവാദം എന്ന് പറയുന്നത് സൗജന്യദാനമാണ്, ദൈവത്തിന്റെ ആശീർവാദമാണ്. ബെഞ്ചിരിച്ചൊരു വസ്തു വിൽക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെയാണ് വിൽക്കുന്നത്, ആശീർവാദത്തെയാണ് വിൽക്കുന്നത്. ആശീർവദിക്കപ്പെട്ട വസ്തു എങ്ങനെയാണ് വിൽപ്പന ചരക്കാകുന്നത്? നമ്മുടെ ദേവാലയങ്ങൾക്കകത്ത് വെഞ്ചിരിച്ച കൊന്ത വിൽക്കുന്ന കടകളുണ്ട്. നമ്മുടെ ആഘോഷങ്ങളിൽ വെഞ്ചിരിച്ച പായസം വിൽക്കുന്നുണ്ട്. ആശീർവാദം വിലയ്ക്കുള്ളതായിട്ട് മാറുന്നുവോ? ദൈവാനുഗ്രഹത്തെ വിൽക്കാൻ കഴിയുമോ? ആലോചിക്കേണ്ടതാ. പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, വിശ്വാസത്തിലാണ്. പക്ഷേ അതിനകം പിളർക്കുന്ന രീതിയിൽ വിശ്വാസ വിരുദ്ധത, സ്നേഹവിരുദ്ധത പ്രവർത്തിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്ന പത്രോസ്ലീഹ പറയുന്നത്? അവർ വിനാശകരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിപ്പിക്കുകയും ചെയ്യും. നിഷേധിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടത മാറട്ടെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വേദന അനുഭവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു വിഷമകരമായ സാഹചര്യത്തെ സ്വീകരിക്കേണ്ടതെന്നും
കൈപ്പേറിയ പാനപാത്രങ്ങൾ എങ്ങനെയാണ് ക്രിസ്തുവിൽ കുടിക്കേണ്ടതെന്നും അവന്റെ സഹനത്തോട് നമ്മുടെ സഹനം ചേർത്ത് വെച്ച് എങ്ങനെയാണ് അതിന് വിമോചനം പ്രാപിക്കേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതിന് പകരം കുറുക്കു വഴിയിൽ നിങ്ങൾക്ക് കാര്യം സാധിക്കാമെന്ന് പറയുന്നു. കൊല്ലത്ത് ഞാൻ പോയപ്പോഴാണ് കണ്ടത് കെട്ടപ്പെട്ട കർത്താവ്. ആ കെട്ടപ്പെട്ട കർത്താവിനെ പട്ടുപുതപ്പിച്ചാൽ കാര്യം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്ക് വേണ്ടി ജീവനർപ്പിച്ച ഒരുവരെ ഇങ്ങനെ പരിഹാസരൂപേണ പട്ടുപുതപ്പിച്ചു. അവർ ചുവന്ന കുപ്പായം ധരിപ്പിച്ചു പിലാത്തോസിന്റെ അരമനയിൽ. ആ വിധത്തിൽ നമ്മൾ പട്ടുപുതപ്പിക്കുന്നു. ഒരു ആചാരം വരിക. ഈ ആചാരം എന്താ ചെയ്യുന്നത്? ക്രിസ്തുവിനെ പരിഹസിച്ച ഒരു പരിഹാസ പ്രവൃത്തിയെ നാം എടുത്തു വെക്കുന്നു. അത് ഒരു ആചാരത്തിന്റെ ഭാഗമായി കാര്യം നടക്കാനുള്ള ഉപാധിയാക്കി മാറ്റുന്നു. അതൊരു നേർച്ചയായിട്ട് അങ്ങ് മാറുകയാണ്. പേര് ക്രിസ്തീയ ആചാരം എന്നാണ്. ക്രൈസ്തവ ധാർമ്മികതയെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് അവർ നിങ്ങളെ ചൂഷണം ചെയ്യും. ഈ ചൂഷണമാണ് നമുക്ക് കാണാൻ പറ്റുക. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ദശാംശത്തിന്റെ പേരിലായാലും നേർച്ച കാഴ്ചകളുടെ പേരിലായാലും ദൈവത്തിനാവശ്യം നിങ്ങളുടെ ഹൃദയമാണ്. ദൈവത്തിനാവശ്യം നിങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളവ മറ്റുള്ളവർക്കായി പങ്കുവെക്കുന്നതിലൂടെ നിങ്ങൾ സ്വയം ശൂന്യതയിലേക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും ഉൾച്ചേരും. അങ്ങനെ ക്രൈസ്തവ ധാർമ്മികതയെ ലോകത്ത് പ്രയോഗക്ഷമമാക്കുന്നതിന്റെ പേരാണ് ക്രൈസ്തവ ജീവിതം, അല്ലാതെ അനുഷ്ഠാന ജീവിതമല്ല. അനുഷ്ഠാന പിഴവുകളുടെ പേരിലും അനുഷ്ഠാന വൈവിധ്യങ്ങളുടെ പേരിലും ഉണ്ടാകുന്ന തർക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിശ്വാസത്തിന്റെ പ്രയോഗ വഴിയിൽ നിന്ന് ജീവിതത്തെ അകറ്റി നിർത്തുകയും ചെയ്യുന്ന അധാർമികതയുടെ ഏറ്റവും വലിയ അടയാളങ്ങൾ കാണപ്പെടുന്ന ഒരു കാലത്ത് വിശ്വാസി സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ പ്രായോഗികമായ ക്രൈസ്തവ ധാർമ്മികതയിലാണോ, വിശ്വാസത്തിന്റെ പാരമ്പര്യത്തിലാണോ, പാരമ്പര്യ വിശ്വാസത്തിലാണോ ജീവിക്കുന്നതെന്ന് സ്വയം ആലോചിക്കണം. നമ്മൾ പാരമ്പര്യ വിശ്വാസത്തിലല്ല നിലകൊള്ളേണ്ടത്, വിശ്വാസ പാരമ്പര്യത്തിലാണ്. വിശ്വാസ പാരമ്പര്യം വിശുദ്ധരുടെ ജീവിത മാതൃകയിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. ലോകത്ത് ക്രൈസ്തവ ധാർമ്മികത പ്രയോഗക്ഷമമാക്കിയ വിശുദ്ധാത്മാക്കളും രക്തസാക്ഷികളുമാകുന്ന നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. നമ്മൾ ആ മുൻഗാമികളെ അല്ല അനുഗമിക്കുന്നത്. ആ മുൻഗാമികൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ച ക്രിസ്തു സ്നേഹത്തിന്റെ അടയാളങ്ങൾ ധരിക്കുന്നവരായി ജീവിക്കുകയാണ്. അത്തരത്തിൽ ജീവിക്കാനുള്ള ധാർമ്മിക അവബോധം എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ. നമുക്ക് കുറവുകളും പരിമിതികളും പോരായ്മകളും ഉണ്ടാകും. കേവലാനുഷ്ഠാനത്തിന്റെ മാർഗങ്ങളെ മാത്രമല്ല കാണേണ്ടത്, അനുഷ്ഠാനങ്ങൾക്ക് അകക്കാമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ അകക്കാമ്പ് നമ്മോട് പറയുന്നത് എന്തെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെ സ്നേഹവിരുദ്ധത ഉണ്ടാകാൻ പാടില്ലെന്നും സത്യവിരുദ്ധത ഉണ്ടാകാൻ പാടില്ലെന്നും നാം തിരിച്ചറിയണം. പരസ്നേഹത്തിലൂന്നിയ ഒരു ജീവിതം കൊണ്ട് മാത്രമേ പരമകാരുണികനായ ദൈവത്തെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയൂ, ദൈവത്തിന്റെ പ്രകാശമായി ലോകത്ത് പ്രകാശിക്കാൻ കഴിയൂ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്രകാരം ബോധ്യമുള്ള ക്രൈസ്തവ ജീവിതം നയിക്കാൻ ആത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.